ഇന്ന് നമുക്ക് നല്ല എളുപ്പത്തിലുള്ളൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കാം. അതിന് വേണ്ടി ഏകദേശം 3/4 കിലോൻ്റെ അടുത്തുള്ള മാങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണേ. എന്നിട്ട് അതിലോട്ടൊരു 3 ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക. കല്ലുപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തോ, അതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇന്ന് രാത്രിയാണ് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കുന്നത് വെച്ചാൽ നാളെ രാത്രി ഉണ്ടാക്കുക. ആ ഒരു കണക്കിന് ഉണ്ടാക്കുക. നേരം വൈകിയോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കുക. പിന്നെ നമ്മളിത് മിക്സ് ചെയ്ത് അടച്ച് വെച്ചാലും ഇടയ്ക്കൊന്നും ഇങ്ങനെ പാത്രത്തിൽ ഇട്ടിട്ട് കൊട്ടി കൊടുക്കണേ. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മാങ്ങയിൽ എല്ലാവിടെയും നന്നായിട്ട് ഉപ്പ് പിടിക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ മാങ്ങയിൽ ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഉപ്പ് കുറച്ച് കഴിയുമ്പോൾ അലിഞ്ഞ് താഴെ വന്ന് വെള്ളമായിട്ട് നിൽക്കും. അപ്പോൾ പിന്നെ ഉപ്പ് അടിയിലുള്ള മാങ്ങയിൽ മാത്രമേ പിടിക്കുള്ളൂ. ഇങ്ങനെ കൊട്ടി കൊടുക്കുവാണെങ്കിൽ മാങ്ങയിൽ എല്ലാ ഭാഗത്തേക്കും ഉപ്പ് പിടിക്കും. അപ്പോൾ കറക്റ്റായിട്ട് ഉപ്പിൻ്റെ കറക്റ്റ് അളവ് വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇനി ചീനച്ചട്ടി ചൂടാകുമ്പോൾ ഒരു 3 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് വറുത്ത് കൊടുക്കാം. വറുത്തെന്ന് പറഞ്ഞാൽ ചിലർക്ക് പച്ച ടേസ്റ്റ് ഇഷ്ടമെന്ന് വെച്ചാൽ ഒരു പകുതി വേവാകുമ്പോൾ നിർത്തിക്കോ. വറവാകുമ്പോൾ ഞാൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. എനിക്ക് കടുകിൻ്റെ പച്ച ടേസ്റ്റ് ഇഷ്ടമല്ല. അപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അത് പൊട്ടും നന്നായിട്ട്. ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ചതച്ചെടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഒരു അമ്മിയുടെ നമ്മുടെ ഉരലിൻ്റെ കുഴയുണ്ടല്ലോ, അത് വെച്ചിട്ടാണെങ്കിലും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. മിക്സിയിലൊന്നും ഇടേണ്ട കാര്യമില്ല. മിക്സിയിലിട്ട് കൂടുതലായിട്ട് പൊടിഞ്ഞു പോകത്തുള്ളൂ. ഇതുപോലെയാണ് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് നമുക്കൊരു ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലോട്ട് 100 ml നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. 200-ൻ്റെ ഞാൻ മേടിച്ചപ്പോൾ അതിൻ്റെ കറക്റ്റ് പകുതി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ട് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് പിന്നെ 1 ടീസ്പൂൺ നിറച്ച് കായംപൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഇനി കൂടുതൽ എരിവ് ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്തോട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടീസ്പൂൺ നമ്മുടെ കടുക് ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തീ കത്തിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ കരിയൊന്നും അങ്ങനെ തോന്നുകയാണെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്തോ. ഇതിൻ്റെ ഒരു പച്ചപ്പ് വിടുമ്പോൾ അപ്പോഴേ തീ ഓഫ് ചെയ്തോ. തീ ഓഫ് ചെയ്താൽ മാത്രം പോലെ സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാൻ വേണം. അല്ലെങ്കിൽ അതിൻ്റെ ചൂടടിച്ചിട്ട് പെട്ടെന്ന് കരിയും. എൻ്റെ ഒരു കരിയണ സ്റ്റേജിലേക്ക് വന്നു, ഭാഗ്യത്തിന് കരിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ തീ കത്തിച്ചിട്ട് തന്നെ സിമ്മിലിട്ടിട്ട് ഈ ഉപ്പിൻ്റെ നീരുണ്ടല്ലോ മാങ്ങയിൽ, അത് ചേർത്തിട്ട് ഒന്ന് തിള വരുന്നതിന് ശേഷം മാങ്ങ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൽ ഉപ്പ് ഇനി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. നല്ല ടേസ്റ്റാട്ടോ ഈ അച്ചാർ. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ വഴറ്റാൻ അങ്ങനെയുള്ള പണികളൊന്നുമില്ല. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കുക. കേട് വരത്തൂല. ഇനിയിപ്പോൾ നമുക്ക് കുറേ നാൾ കൂടുതൽ വെക്കണം എന്ന് വെച്ചാൽ എണ്ണയുടെ അളവ് കൂട്ടിയാൽ മതി. ഈ മാങ്ങ മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് എണ്ണ ചേർത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് കേടാവാണ്ടിരിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.